നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. FIs ഈ വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ഇന്നലെ സെല്ല് ചെയ്തു. 3268 കോടി രൂപക്കാണ് ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. എങ്കിലും നിഫ്റ്റി നെഗറ്റീവിൽ അല്ല ക്ലോസ് നടത്തിയിട്ടുള്ളത്. ITC പോലുള്ള സ്റ്റോക്കുകൾ 10% സിഗരറ്റിൻ്റെ GST വർദ്ധിപ്പിച്ചത് കൊണ്ട് ഫോൾ ആയിട്ടുള്ളത്. എങ്കിലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും ട്രേഡിങ് തുടരുന്നത് ഒരു ഫ്ലാറ്റായ രീതിയിലാണ്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് $40 ഉയർന്ന് $4350, സിൽവർ ഏകദേശം $1.5 ഉയർന്ന് 72, ബിറ്റ് കോയിൻ $740 ഉയർന്ന് 88,000, ബ്രന്റ് ഓയിൽ 60, ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 26,316, നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 26,291. ഫ്ലാറ്റാണ് ഗിഫ്റ്റ് നിഫ്റ്റി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 93 പോയിൻറ്റ് പ്ലസ്സിലാണ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നു. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ക്ലോസായ US മാർക്കറ്റ് ഡോയും നസ്ഡാക്കും റെഡിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരാം. നമുക്ക് നമ്മുടെ ട്രേഡിങ്, അത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരാം. ബൈസെൽ റെക്കമെൻഡേഷൻ എല്ലാം. മാരുതി കമ്പനിയുടെ 42 വർഷത്തെ ഹയസ്റ്റ് എവർ സെയിലാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. 32% ഇയർ ഓൺ ഇയർ ഇവരുടെ സെയിൽസ് വർദ്ധിച്ചിട്ടുള്ളത്. ഹീറോ മോട്ടോകോർപ്പും അവർ 40% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റിലല്ല, സെയിൽസിൽ വർധനവ് രേഖപ്പെടുത്തി. ഒറോബിൻഡോ ഫാർമ ഇവരൊരു ഓങ്കോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫാർമ കമ്പനീനെ അക്വയർ ചെയ്തു. റെയിൽടെൽ കോർപ്പറേഷൻ 567 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇന്ത്യൻ ബാങ്ക് ടോട്ടൽ ബിസിനസ് 13% ഉയർന്ന് 14 ലക്ഷം കോടി ആയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗ്രോസ് അഡ്വാൻസ് 12% ഇയർ ഓൺ ഇയർ ഉയർന്ന് 96,765 കോടി രൂപയാണ് ടോട്ടൽ അഡ്വാൻസ് കരസ്ഥമാക്കിയത്. ഡെപ്പോസിറ്റും 12% ഉയർന്നു. പഞ്ചാബ് സിന്ധ് ബാങ്ക് ടോട്ടൽ ബിസിനസ് 2.49 ലാക്ക് ക്രോഡ്സ് ആണ്. അതായത് 3.49% ക്വാർട്ടർ ടു ക്വാർട്ടറും 12% ഇയർ ഓൺ ഇയറും ബിസിനസ് ഉയർന്നു. ടൈം ടെക്നോപ്ലാസ്റ്റ് കമ്പനി ഇവർക്ക് ഒരു 2 ലിറ്റർ ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. എർട്ര ഗ്രീൻ ടെക് കമ്പനി ഇവരുടെ EV മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഹൈദരാബാദ് അവരുടെ സെക്കൻഡ് ഫേസിലെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കും. സഫയർ ഫുഡ്സ്, ദേവയാനി ഇൻ്റർനാഷണലും സഫയർ ഫുഡ്സും മെർജ് ചെയ്തു. അപ്പോൾ ദേവയാനി ഇൻ്റർനാഷണൽ 177 ഷെയർ കൊടുക്കും. 100 സഫയർ ഷെയർ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് 177 ദേവയാനി ഷെയർ കൊടുക്കും. കിംസ് കമ്പനിക്ക് ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചു. ഒല ഇലക്ട്രിക് കമ്പനി അവരുടെ റോഡ്സ്റ്റർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ACM സോളാർ ഹോൾഡിംഗ് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ലഭിച്ചു. സിൽവർ ടെക് കമ്പനി ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തപ്പെടുകയാണ്. മോഡി നെരിമാൻ കമ്പനി 250 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.